ലക്ഷ്യമിട്ട് എന്നെ വിനീഷിനെ ലക്ഷ്യമിട്ടത്. പക്ഷെ അതിപ്പോൾ ജിതിന് പറ്റിപ്പോയി. എന്നെ വടിവാളിച്ച് വിട്ടു, അവളെ കത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് എല്ലാം പരാതി ഞങ്ങൾ കൊടുത്തതാണ്. പക്ഷെ അത് പോലീസുകാർ പറഞ്ഞു അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളുണ്ടായിരുന്നു, അവർ പോയല്ലോ. പോകാൻ കാത്തിരുന്നു. ഇപ്പോൾ പോലീസുകാർ വന്ന് നടപടി എടുത്തു. ആശുപത്രി കൊണ്ട് ചികിത്സ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്യും. ഞങ്ങളുടെ സയൻസ് സൈഡിൻ്റെ മുകളിലൊക്കെ കയറും. മതിൽ ഇത്രയും പൊക്കി കെട്ടിയതും കാര്യമില്ല, എന്നാലും അവൻ ചാടും. അവൾ നല്ല ആണിൻ്റെ കരുത്താണ് ആ പെണ്ണിന്. അവൾ നല്ലത് പറഞ്ഞു. പോലീസ് എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അവരവനെ ആശുപത്രി കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ആശുപത്രി കൊണ്ട് ചികിത്സ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ്റെ അമ്മ 1 മാസം വരെ അവനെ നോക്കി, പുറത്തോട്ടൊന്നും ഇറക്കാതെ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു ഇതില്ല. ഇന്നലെ രാവിലെ വരെ ഇവിടെ വീട്ടിൽ കുഴപ്പമില്ല. തലേ ദിവസം വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നല്ല ഇതായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പിന്നെ വൈകുന്നേരം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ ഓരോരുത്തരുടെ ഫോൺ വിളിയിലാണ് എനിക്ക് അറിയുള്ളൂ. നിങ്ങളെ എന്ത് പറഞ്ഞായിരുന്നു ഭീഷണിപ്പെടുത്തി? ഇവനിങ്ങനെ ഓരോ അനാശങ്ങൾ പറയും, തെറി വിളിക്കൽ, ഞങ്ങൾ പെണ്ണുങ്ങളെ തെറി വിളിച്ച് ഒരേ അബദ്ധങ്ങൾ വിളിച്ച് പറയലൊക്കെയാണ്. അതിന് കുടിച്ച് വന്ന് ഗേറ്റുമ്മ വന്ന് തല്ലിപ്പൊളിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ സയൻസ് സൈഡിൻ്റെ മുകളിലൊക്കെ കയറും. അങ്ങനെയൊക്കെയാണ് അവൻ്റെ പണി. മതിലുമ്പോൾ ചവിട്ടി കയറാലോ. മതിൽ ഇത്രയും പൊക്കി കെട്ടിയതും കാര്യമില്ല, എന്നാലും അവൻ ചാടും. അങ്ങനെയാണ്. അവരും മതിൽ പൊക്കി കെട്ടിയത് അങ്ങനെ തന്നെയാണ്. ഇവനെ പേടിച്ചെത്ത. പക്ഷെ കാര്യമില്ല, ക്യാമറ വെച്ചിട്ടും കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവർ പോകേണ്ട ആൾക്കാർ പോയില്ലേ. ഞാൻ അവനെന്തൊക്കെ പോയാലും വിനീഷ് എപ്പോഴെങ്കിലും പേടിയോടെ പറഞ്ഞിരുന്നു ഇവൻ്റെ കാര്യം? ഇല്ല, അവൾ എന്നൊക്കെ നല്ല ധൈര്യമുള്ളവളാണ്. അവൾ നല്ല ആണിൻ്റെ കരുത്താണ് ആ പെണ്ണിന്. അവൾ നല്ലത് പറയും. അവൾ വിളിച്ച് മാറി വിളിച്ച് മൂലക്കയിൽ നിൽക്കണ പെണ്ണെന്നല്ല അവൾ. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് അവൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ആ കുടുംബം അത്രയ്ക്ക് സുഖത്താണ്. ഞങ്ങൾ വീട് ഇവിടെ രാത്രി മൊത്തം ഞങ്ങളിവിടെ അവിടെ ഇവിടെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കലാണ്. വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കും, നിരന്നിങ്ങനെ ഇരിക്കും. ഞങ്ങൾ കുടുംബം പോണ്. എന്തൊരാപത്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പോകും. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ ചേച്ചി ഇങ്ങോട്ട് വരും. അത്രയ്ക്കും ഇതാണ്. കുടുംബത്തിലൊരു അംഗം പോലെ ആയിരുന്നു ഞങ്ങൾ. അത്രയ്ക്കും ഇതായിരുന്നു. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആളുകളെ കൂട്ടിയിട്ട് തന്നിക്ക് അവരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ലാസ്റ്റ് എന്നെ അവനെ ഉപദ്രവിച്ച് ചെന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും പറയാം, എന്നെയാണ് അവൻ ലക്ഷ്യമിട്ടത്, എന്നെ വിനീഷിനെ ലക്ഷ്യമിട്ടത്. പക്ഷെ അതിപ്പോൾ ജിതിന് പറ്റിപ്പോയി. ഇപ്പം അവൻ്റെ ഭാര്യ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചെയ്തിട്ട് പോയാനെ, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനും ഇതായി പോയാനെ. പക്ഷെ എന്തോ ദൈവം കാത്തു. ഇപ്പം എൻ്റെ കൂട്ടുകാരത്തി എൻ്റെ അല്ലെങ്കിൽ 2 ശവം ഇവിടെ കിടന്നേനെ. ഇവളും കൊച്ചും. അവൻ്റെ ലക്ഷ്യം അവിടെ ഉള്ളവർ ഇവള് എന്ന് വെച്ചാൽ ഇവളും കൂടി ആ കേസ് കൊടുത്തപ്പോൾ, ഇവൻ്റെ പേർക്ക് കേസ് കൊടുത്തപ്പോൾ ഇവളുണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ ദേഷ്യമാണ്. ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലീസുകാരിക്കടുത്ത് പറഞ്ഞായിരുന്നു, ഞങ്ങളെ പെട്രോൾ വെച്ച് കത്തിക്കും, എന്നെ വടിവാളിച്ച് വിട്ടു, അവളെ കത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് എല്ലാം പരാതി ഞങ്ങൾ കൊടുത്തതാണ്. പക്ഷെ അത് പോലീസുകാർ പറഞ്ഞു അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളുണ്ടായിരുന്നു, അവർ പോയല്ലോ. പോകാൻ കാത്തിരുന്നു. ഇപ്പോൾ പോലീസുകാർ വന്ന് നടപടി എടുത്ത്. അതുവരെ പോലീസുകാരൊന്ന് കണ്ണ് തുറക്കണമെങ്കിലില്ല, ഇപ്പോഴും ഞങ്ങളുടെ കൂടെ അവരുണ്ടായാനെ. ഉള്ള കാര്യം പറയാമല്ലോ. ആ കുഞ്ഞു മക്കളും അതെ, ചിരിയും കളിയും ബഹളവും. ഇവിടെ ഞങ്ങൾ 3 പിള്ളേരായിട്ട് അത്ര സന്തോഷത്തോടെ ഞങ്ങളിവിടെ ആ 2 കുടുംബം. അവരെ ഏൽപ്പിച്ചതാണ് എൻ്റെ അമ്മ ഇതായി എറണാകുളത്ത് ജോലിക്ക് പോയിരിക്കണത്. അത്രയ്ക്കും ഇതാണ് അവർ. എൻ്റെ വീട്ടിൽ ആര് വന്നാലും ആ അമ്മ ഓടി വരും, ആരാണ് എന്താന്നൊക്കെ ചോദിച്ച്. അത്രയ്ക്കും ഇതാണ് അവർ. ഒരു കുടുംബമാണ് ഞങ്ങൾ. ആ പിള്ളേരാണെങ്കിലും അതെ, ഭയങ്കര സ്നേഹമാണ്. കളിയും ചിരിയും ബഹളവും എന്തൊക്കെയായാലും എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചേ പോകത്തുള്ളൂ. അതങ്ങനെയാണ് അവിടെ. വേറെ ഈ പരിസരത്ത് ഒരു മനുഷ്യരായിട്ടൊരിതില്ല. ആ ചേച്ചി, ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇവിടെ വർത്താനം പറയുക. പിന്നെ ആ ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരിതായിപ്പോയി. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അവന് കിട്ടാനുള്ള പരമാവധിയുള്ള ശിക്ഷ ഉറപ്പായിട്ടും കിട്ടിയേ പറ്റൂ. ആ കുടുംബത്തിന് നീതി, ആ ചെക്കൻ രക്ഷപ്പെടണം, അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക്. ആ കൊച്ചിൻ്റെ അച്ഛൻ രക്ഷപ്പെടണം. ആ 2 കുഞ്ഞു മക്കൾക്ക് എന്താണ് അച്ഛൻ വേണം. സത്യം ഞാൻ ഇത് മനസ്സിലാക്കി പറയണം. കൊച്ചിൻ്റെ അച്ഛൻ ഉറപ്പായിട്ടും രക്ഷപ്പെടണം. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ രക്ഷപ്പെട്ടേ പറ്റൂ. 2 പെൺകൊച്ചുങ്ങളാണ്, അതുകൊണ്ടാണ്.
ഉപദ്രവിക്കുവോ? ഇത് ചേച്ചി ധൈര്യത്തിന് വെച്ചിരിക്കുകയാണോ? അതെ അതെ, ധൈര്യത്തിനാണ്. എത്ര നാളായിട്ട് ഈ വടി കൈ വെച്ചേക്കുന്നു? അവൻ ശല്യത്തിന് ആ കല്ലെറിഞ്ഞ് ശല്യം ചെയ്ത് തുടങ്ങിയപ്പോൾ തുടങ്ങി വെച്ചേക്കണേണ്. അതെന്തായിരുന്നു സംഭവം? വാതിലുമ്മ വന്ന് മുട്ടിയത്. അതെന്തായിരുന്നു സംഭവം എന്ന് പറഞ്ഞു? സംഭവം വെറുതെ വീട്ടിലോട്ട് കല്ല് വലിച്ചെറിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വാതിലടച്ചിട്ടുള്ളൂ. പാലിറ്റീവ് നേഴ്സ് പറയാറുണ്ട് വാതിലടച്ചിട്ടാൽ മതി, അവൻ പ്രശ്നക്കാരനാണെന്ന്. അപ്പോൾ വാതിലടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ കല്ല് വീണ് വച്ചേക്കുമ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇവൻ ഉമ്മർത്ത് നിൽക്കുന്നുണ്ട് റോട്ടിൽ. അവൻ്റെ അമ്മയും അടുത്തേല കുത്തുണ്ട്. അപ്പോൾ ഈ കൊച്ചെന്നോട് മെല്ലെ പറഞ്ഞ്, അമ്മ ഈ പൂച്ച ഇവിടെ ഇരിക്കണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവ എറിഞ്ഞെന്ന് മെല്ലെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവൻ അപ്പം തന്നെ എൻ്റെ മോനെ തെറി പറഞ്ഞപ്പോൾ ഈ പയ്യൻ ചേട്ടൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ തെറി പറയണേ? അപ്പോൾ അവൻ പറഞ്ഞ് നീ എന്നെ തെറി പറഞ്ഞ്. അപ്പോൾ ആ ചേച്ചി അവൻ്റെ അമ്മ പറഞ്ഞ് ഇല്ല കൊച്ചങ്ങനെയൊന്നും പറയൂല എന്ന് പറഞ്ഞ്. കൈരളി ഈ എന്നിട്ട് പിന്നെ ഞാനപ്പോൾ ആ ചേച്ചിനെ വിളിച്ചു, ചേച്ചി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് കാര്യം പറയാനുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് പോകാൻ പറ്റില്ല, പൊടി അകത്തെന്ന് പറഞ്ഞ് ആ ചേച്ചിനെ വിളിച്ചു. എന്നിട്ട് പിന്നെ രാത്രി ഞങ്ങൾ അവൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞ്, അവൻ്റെ അച്ഛൻ 9 മണി അവൻ വരുമ്പോൾ അവൻ്റെ അമ്മയുടെ അനിയത്തിയുടെ കടയിലാണ് നിൽക്കുന്നത് ചെറായിൽ. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ വരട്ടേട്ടാ നമുക്ക് സംസാരിക്കാം. അച്ഛനും അമ്മയും കൂടി രാത്രി 9 മണിയായപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ച് വിളിക്കുകയാണ് ആ ചേട്ടൻ. എന്ത് ചെയ്യാനാണ്? അപ്പം ഞങ്ങൾ ആ ചേച്ചി എനിക്ക് വയ്യാത്തതിന് ഇവിടെ വന്ന് വിവരങ്ങളൊക്കെ ചോദിക്കും. ഇങ്ങനെയുണ്ട് മോളെ, സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല ഇതിൽ ചെയ്യണേണ്. പക്ഷേ അവനെ പേടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ സമീപന രീതി മാറി, അവൻ്റെ ഭാഗമായി ആ ചേച്ചി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തല്ലെടുത്തോണു. ഞാനിപ്പോൾ തീയതിയൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ചേച്ചി ഈ തൊട്ടടുത്ത് അയൽക്കാരാണ് ഇപ്പം കൊല്ലപ്പെട്ടത്. ഇപ്പം വേണുചേട്ടനാണെങ്കിലും ഉഷ ചേച്ചിയാണെങ്കിലും വിനീഷയാണെങ്കിലും ഇവരെന്തെങ്കിലും തരത്തിൽ ചേച്ചിയോട് പറഞ്ഞിരുന്നോ ഇവൻ്റെ ഭീഷണി ഉണ്ടെന്ന്? പറയും, ആ ചേച്ചി പറയും. അവൻ ഞങ്ങളെ കൊല്ലുമെന്നാണ് മോളെ പറയണത്. ഉഷ ചേച്ചിയായിട്ട് ഞാൻ നല്ല കൂട്ടാണ്. ഞാനപ്പോൾ ഈ 2-3 ദിവസം എത്തുമ്പോൾ അവിടെ കസേര ഇട്ടിരുന്നാണ് ഞാൻ അലക്കണതൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ കസേരയും ഇരുന്നാണ് അലക്കണത്. അപ്പോൾ ആ ചേച്ചി മതിലിൻ്റെ അടുത്ത് വന്ന് കല്ലിട്ട് താഴെ പൊക്കത്തിൽ വെച്ചിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ ആ ചേച്ചി വന്ന് മോളെ ഈ ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ബുധനാഴ്ച എന്നെ അവിടെ ഒരു നെല്ല് കണ്ടപ്പോൾ കൂടി ആ ചേച്ചി ഓടി മതിലിൻ്റെ മുകളിൽ കയറി. അപ്പോൾ മോളെ ഞാൻ വരാട്ടാ, കുറച്ച് ദിവസമായപ്പോൾ കണ്ടിട്ട് ഉത്സവമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണേ, ഞാൻ വരാട്ടാ പറയാം. പക്ഷേ അത് സാറിലെ ചേച്ചി വന്നോ? ഞാൻ ആൽബം ഇളയ മോക്കടെ കല്യാണത്തിൻ്റെ ആൽബം കൊണ്ട് കാണിച്ചു തരാമെന്നും പറയുന്നുണ്ട്. ചേച്ചി നീ അതിൽ കൂടെ വാട്ടാന്ന് പറഞ്ഞ് ഇതിൽ കൂടെ വന്ന് ഇവിടെ ഇരുന്ന് വർത്താനം പറയും ഇടയ്ക്കൊക്കെ, 1-2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ അങ്ങനെ വാന്ന് പറഞ്ഞ് വരാമെന്നും പറഞ്ഞ് പിറ്റേ ദിവസമാണ് ഇപ്പോൾ വ്യാഴാഴ്ചയാണ് പറ്റിയേക്കണത്. ബുധനാഴ്ചയാണ് എന്നോട് വരാമെന്ന് പറഞ്ഞത്. എന്താണ് അവൻ കൊല്ലും എന്നുള്ള പേടി അവർക്ക് തോന്നിയത്? അത് ഞാൻ പറഞ്ഞില്ലേ, 23/11 ഇവർ വഴക്കുണ്ടായപ്പോൾ ഇവർ കേസ് കൊടുക്കാൻ പോയപ്പോൾ ഇവൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞു ഞാൻ കൊല്ലും, ചിന്നുവിനെ എന്തായാലും ഞാൻ കൊല്ലും, അല്ലെങ്കിൽ ഈ ധന്യനെ കൊല്ലും, ആരെങ്കിലും ഒരാളെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് കാണുന്നത് അവർക്ക് വീണ്ടും ഓപ്പോസിറ്റ് ഇല്ലേ, അവളാണ്. അപ്പോൾ ആരെങ്കിലും ഇവർ രണ്ടുപേരും കൂടിയാണല്ലോ കൊടുക്കാൻ പോണത്. ഉഷയല്ല, ഉഷ ചേച്ചിയുടെ മോളാണ് ഈ വിനീഷ. അങ്ങനെ പറഞ്ഞെന്നാണ് പറയണത്. അപ്പോൾ അവൻ അവിടെ നിന്ന് വിളിച്ച് പറയണത് ഈ ധന്യയുടെ അനിയത്തില്ലേ വീഡിയോ പിടിച്ചിട്ട് ലൈവ് വിട്ടിട്ടുണ്ടായി ഒരു പോലീസുകാരന്. അതിൽ പിന്നെയാണ് ഇവർ കേസും കൊണ്ട് പോയിട്ടുള്ളൂ. ചേച്ചിയും ഇത്തരത്തിൽ വലിയ ഭീഷണിയായിരുന്നു ചേച്ചിയുടെ? ഞങ്ങൾക്ക് ഇവിടെ വന്ന് പാർത്തപ്പോൾ സിസ്റ്റർ വരുമല്ലോ, എല്ലാ മാസം എൻ്റെ അടുത്ത് വരും. അപ്പോൾ പിന്നെ എൻ്റെ വീടിൻ്റെ നേരെയെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ ഞാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറണോട്ട് ഇവിടെ നിൽക്കണ്ടിട്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കഴിവില്ല, അതിൻ്റെ പേരിൽ വേറെ സ്ഥലത്ത് അന്വേഷിച്ചില്ല.